കാലത്തെഴുന്നേറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ഒറ്റ ചിന്ത മാത്രമുള്ള ചില ആൾക്കാരുണ്ട്, സംഖ്യകൾ. എങ്ങനെയൊക്കെ രാജ്യത്തിനകത്ത് കോലിട്ടടക്കാം, രാജ്യത്തിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കാം, രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം, ഇത് മാത്രം ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ വെച്ചാൽ സംഘപരിവാർ എല്ലാം അതുപോലെ തന്നെ, പരിവാരങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ. ആരെങ്കിലും എപ്പോഴും ചിരിച്ച് നല്ലൊരു കാര്യം പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നു, അസം മുഖ്യമന്ത്രി BJP-കാരനാ, ഹിമന്ത ബിശ്വ ശർമ്മ എന്നാ പേര്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുമ്പോൾ മറ്റേ ബ്രാഹ്മിൻ വകുപ്പിൽ പെട്ടതാണത്. അവർ പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പാടില്ല, അത് തടയും. ലവ് ജിഹാദ് കേസിൽ ജീവപര്യന്തം ഉറപ്പുവരുത്തുന്ന നിയമം ഉണ്ടാക്കുമെന്ന്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഭൂമി കൊടുക്കരുത്, മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നത് തടയും. BJP-യുടെ നേതാവിൻ്റെ പ്രസ്താവനയാണ്. പിന്നെ ലവ് ജിഹാദ് എന്നൊന്നില്ല. പ്രേമിച്ച് കല്യാണം നടത്തലുണ്ട്. അത് മുസ്ലിം കുട്ടികൾക്ക് ഹിന്ദുക്കളെ വിവാഹം കഴിക്കും, ഹിന്ദുക്കൾ മുസ്ലിം കുട്ടികളെ വിവാഹം കഴിക്കും, ഇവരൊക്കെ ക്രിസ്ത്യൻ കുട്ടികളെ വിവാഹം കഴിക്കും, സിന്ധികളെയും പാഴ്സികളെയും ഒക്കെയുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവരിട്ട പേരാണ് ലവ് ജിഹാദ്. ഒരു മുസ്ലിം പെൺകുട്ടിയെ, ഒരു മുസ്ലിം ആൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ഉടനെ തന്നെ അതിന്മേ ചാർത്തുന്ന ലേബലാണ് ലവ് ജിഹാദ്. അതായത് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ നിർബന്ധിച്ച് ട്രാപ്പിൽ പെടുത്തി കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ച് സിറിയയിൽ കൊണ്ടുപോയിട്ട് അടിമകളാക്കി മാറ്റുക അവിടെയുള്ള ആളുകളെ. ഇതാണ് അവർ ലവ് ജിഹാദിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ, അയ്യോ ഒരു കുട്ടി നശിച്ചല്ലോ ദൈവമേ. ഈ ഒരു ധാരണ വരുത്തി വെക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണെന്ന്. ഉടനെ തന്നെ നമ്മൾ തലയിലടിച്ചു, ഈശ്വര ആ കുട്ടിയുടെ ജീവിതം എന്തായിട്ടുണ്ടാവുമോ. ഈ രീതിയിൽ ഒരു ധാരണ, ഒരു ബോധം ഇന്ത്യയിൽ പടർത്തി വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നത് തടയും, മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് വീട് കൊടുക്കുന്നത് തടയും, ലീസിന് വീട് കൊടുക്കുന്നത് തടയും. അതായത് അവരുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ലോകത്തിലെമ്പാടും ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ മാത്രമാണ് ഇയാളുടെ ഹിന്ദുത്വവാദികളുള്ളൂ. ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിഭാഗം. ഹിന്ദുത്വവാദികൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. അതായത് ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയാം ഹിന്ദുത്വവാദികളെ. ആ ഹിന്ദുത്വവാദികളെല്ലാവരും ഇയാളുടെ വാക്ക് കേൾക്കും തോന്നുന്നുണ്ടോ? ഭൂമി വാങ്ങിക്കാൻ വരുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ വരുന്ന ഈ ജന്തുത്വവാദികൾ, അവിടെ ഒരു ഏക്കർ സ്ഥലമുണ്ട്, ഇയാൾ ചെന്നു, എന്താവും അതിന്? അതിന് ഏക്കറിന് ഒരു 6 ലക്ഷം രൂപയാവും, ഒരു 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ? പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, 5 ലക്ഷം ഉറപ്പിക്കാം, എന്നൊരു 3.5 ലക്ഷം അവിടെ കുറയ്ക്കുന്നു, ഇവിടെ കൂട്ടുന്നു. ഈ സമയത്ത് മുസ്ലിം എന്താ ചോദിക്കുന്നത് അറിയാമോ? നിങ്ങൾ ഈ സ്ഥലം വിൽക്കുന്നുണ്ടോ? എത്രയാവും? 6 ലക്ഷം രൂപ. സന്തോഷം, 6.5 ലക്ഷം പിടിച്ചോ. ആ രീതിയിൽ ആർക്കാ കൊടുക്കുക സ്ഥലം? ഇവിടെ കയ്യിലിരുന്ന് ചിക്കിച്ചിന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പം ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വന്ന് ഭൂമി, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആന്ധ്രാപ്രദേശുകാർ, അതായത് തമിഴ്നാട്ടിലെ വേലൂർ ഭാഗത്തൊക്കെയുള്ള ആധ്യാത്മിക സെൻറ്ററുകളിലൊക്കെ അവർ വന്ന് സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ മണി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം കൊടുക്കുള്ളൂ. ആന്ധ്രാപ്രദേശുകാർ വരും നോക്കിയിരിക്കുകയാണ്, ഹരിയാനക്കാരൊക്കെ വരും നോക്കിയിരിക്കുകയാണ് അവർക്ക് സ്ഥലം കൊടുക്കാൻ ഇവിടെയുള്ള ആൾക്കാർ. കാരണം അവർ കൂടുതൽ പൈസ തരും, ബാർഗെയിനും കാര്യങ്ങൾ വളരെ കുറവാണ് അവർക്ക്. ഇവർ ചോദിച്ച പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ഭൂമി ആർക്കാ വിൽക്കുക? ആരാ കൂടുതൽ ലാഭം തരുന്നത് അവർക്ക് കൊടുക്കും. അല്ലാതെ ഇങ്ങനെ ഒരു സംഘപരിവാറുകാരൻ പറയാം മുസ്ലിങ്ങൾക്ക് ഭൂമി കൊടുക്കരുത്, നമ്മളാരെങ്കിലും വാങ്ങിക്കാൻ ശേഷിയുള്ളവരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഹിന്ദുത്വവാദികൾ വരാരെങ്കിലും അവർക്ക് സ്ഥിതി അവിടെ പോയാൽ നമുക്കറിയാം ഹിന്ദുത്വവാദികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. റോട്ടി കപ്പട മക്കാൻ ഒപ്പിച്ച് എങ്ങനെയോ ജീവിക്കുന്നു. അപ്പോൾ അവർ ചെന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നുണ്ട്, എത്ര രൂപ കൊടുക്കുന്നുണ്ട്. പിന്നാലൊരു രസകരമായൊരു സംഭവം ഉണ്ടായി.
ചില പിള്ളേരെ കമൻറ്റ് കേട്ട് ചിരിച്ചിരിച്ച് മണ്ണ് കപ്പും. നമ്മുടെ പ്രിയപ്പെട്ട യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ വിമാനം കൊടുക്കുന്നു, എയർക്രാഫ്റ്റ് കൊടുക്കുന്നു എന്നൊരു പ്രസ്താവന വന്നു. അപ്പോൾ ആരും അത് എടുത്തിട്ടത് ഇങ്ങനെ അദ്ദേഹം പുതിയത് വാങ്ങിക്കുന്നു, പഴയത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് എഴുതിയിരിക്കുകയാണ്, ഇക്ക അവസാനം എന്താവും, വില എത്രയാന്ന്, അവസാനത്തെ വില എന്താവുന്നത്, നമ്മൾ ചാളക്കച്ചവടം നടത്തുന്ന പോലെ കേട്ടപ്പോൾ ചിരിച്ചു മണ്ണ് കപ്പി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം, 20 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി, 500 കോടി, അതൊക്കെയും വെറുതെ 500 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ തപ്പി നോക്കണം. അതാണ് എന്നിട്ട് പറയുക അവസാനത്തെ വില എന്താകും എന്നൊരു ചോദ്യം. തമാശി പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഉത്തരേന്ത്യയിലെ ജന്തുത്വവാദികൾക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമില്ല. കുറേയൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ആ രാജപാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നുണ്ട്. ആ രാജപാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആ രാജകൊട്ടാരങ്ങളുടെ പിന്നിൽ മുഴുവൻ ചേരികളാണ്. ബോംബെയിൽ വിമാനത്തിന് മുമ്പ് കാണാം, ഡൽഹിയിൽ വിമാനത്തിന് മുമ്പ് കാണാം. ആ രാജപാതയുടെ അപ്പുറത്തും ഇപ്പുറത്താണ് അന്തസ്സുള്ള കെട്ടുള്ളൂ, ബാക്കി ചേരികളാണ് അവിടെയുള്ളത്. അവരാരും സ്ഥലം വാങ്ങിക്കാൻ വരുന്നത്. അപ്പോൾ ആരാ സ്ഥലം വാങ്ങിക്കാൻ വരുന്നത്, ആരെല്ലാം പൈസ അവർക്കല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇയാളിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക അവസ്ഥ അതാണ്, സൈക്കോപാത്തിൻ്റെ മാനസിക അവസ്ഥയാണ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ ബാധിച്ച ആളുകൾ എവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, ലോകത്തിലെ ഏതൊരു മൂലയ്ക്കാണെങ്കിലും ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മുഴുവൻ ജനറൽ വൽക്കരിക്കുമേനെ സാമാന്യവൽക്കരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിങ്ങനെ വാരി വലിച്ച് എന്നിട്ട് വലിയ സന്തോഷമായി എൻ്റെ സ്വപ്നങ്ങൾ ഇന്നത്തെ സ്വപ്നങ്ങളും പൂവണിഞ്ഞു, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ കാലത്ത് ഇതാ ചിന്തിക്കുന്നത്. അവർ മാനസികമായിട്ട് തളരുകയല്ലേ ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ കുഷ്ഠം ബാധിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിയിട്ട് അവനവൻ്റെ കാര്യം നോക്കുന്നില്ല. അപ്പുറത്തെ ഞാൻ പരീക്ഷയ്ക്ക് എഴുതി തോറ്റു, അച്ഛമെന്ന് വെച്ചു നിന്റെ റിസൾട്ട് എന്തായി, അപ്പുറത്തെ രമണൻ തോറ്റു എന്ന്. നിന്റെ റിസൾട്ട് എന്തായി, ഇപ്പുറത്തെ രമണി തോറ്റു എന്ന്. അങ്ങോട്ടാണ് നോട്ടം. മുസ്ലിങ്ങളുടെ കാര്യത്തിലേക്കാണ് നോട്ടം. ഹിന്ദുവിൻ്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയില്ല. കുറേ ഹിന്ദുത്വവാദികളുടെ സ്വരൂപമാണ് ഈ പറയുന്നത്. ഏതായാലും ഇവരൊക്കെയും മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമി വാങ്ങിക്കലും ജീവിക്കലും എത്ര കാലമുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നമ്മളുടെ 120 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം 60-70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ആയി തീർന്നുണ്ടാവും. പിന്നെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ വേദന എന്താ ഡോക്ടറെ അടുത്തേക്ക് ഓടും, ചാവോ എന്നറിയാതെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഭൂമി വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ഏത് ഹിന്ദുത്വവാദികളായാലും മുസ്ലിങ്ങളാണെങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എന്തായി മാറും നമുക്കെല്ലാവർക്കും അറിയാം. മണ്ണോട് ചേർന്ന് പോകും. അതിനെ പിന്നെ പേര് വിട്ട് വിളിക്കുക, ശവമെന്നാ വിളിക്കുക. ഭാര്യ ബിബ്യതി തസ്മിൻ കായി. 60 കൊല്ലം ഒരുമിച്ച് താമസിച്ചിരുന്ന ഭാര്യ പോലും ആ മൂച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി കൂടി എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം കിടന്നുറങ്ങാൻ പോകുമെന്ന് പറയൂ. ഭാര്യ പോലും ഭാര്യ ബിബ്യതി ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഈ ആളുകൾ ഹിന്ദുത്വവാദം പറയും, വേദത്തിൻ്റെ പേര് പറയും, സനാതന ധർമ്മം പറയും. പക്ഷെ അവരറിയാത്തൊരു കാര്യമുണ്ട്. അതിൻ്റെ പുറഞ്ഞാട്ടം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇന്നല്ലെങ്കിൽ നിത്യസന്നിഹിതവും മൃത്യുവായിട്ട് എനി ടൈം ഹീ വിൽ കം. അവൻ വരും, മുട്ട് കേൾക്കും, ഇങ്ങനെ മുട്ട് കേൾക്കും. അപ്പം ചില സമയത്ത് നമസ്കാരം, ആരാണാവോ, കാലൻ. കാലൻ എന്താ വന്നേ, നമുക്ക് പോകേണ്ട സമയമായി. അയ്യോ ഞാൻ അവിടെ ഇഡ്ഡലി കുഴച്ച് വെച്ചിരിക്കുകയാണെന്ന്. ഇഡ്ഡലിയുടെ മാവ് അവിടെ ഇപ്പം അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് പോരെ, ഒരു നിമിഷം പോലും അപ്പോയിൻറ്റഡ് ടൈം അത് മാറ്റി നിർത്തില്ല. ഹി വിൽ കം വിത്ത് ഹിസ് ഫേമസ് റോപ്പ്. ആ മറ്റേ കയറുമായിട്ടാണ് വരിക. വിത്ത് ഹിസ് ഓട്ടോറിക്ഷ, പോത്ത്, അതുമായിട്ടാണ് വരിക. നമുക്ക് പോകാം. അവിടെ അയ്യോ എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കേണ്ടതുണ്ട്, പോകാം. എനിക്കൊരു കേസുണ്ട്, ആ കേസിന് പോലീസ് വരുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ, അത് ഞാൻ നോക്കിക്കോളാം, നമുക്കിപ്പോൾ പോകാം. അപ്പം തന്നെ അവിടെ നിന്ന് കെട്ടി വലിച്ചു കൊണ്ടുപോകും. ശരീരം ഇവിടെ വീഴും. അതിവിടെ നാട്ടുകാരൊക്കെയും കൂടിയിട്ട് എന്താ ചെയ്യുക, കെട്ടുകൾ 3 അറിയാലോ, അതെല്ലാം കൊണ്ട് അവർ കുഴിച്ചിടും. അവിടെ അവസാനിക്കുകയാണ്, അയാളുടെ ജീവിതം അവസാനിക്കുകയാണ്. പിന്നെ പരലോകത്തിലെ ജീവിതം, അത് പലരുടെയും വിശ്വാസം പല രൂപത്തിലാണ്. അതേക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് ഞങ്ങളുടെ ഭൂമി ഒരു 1.5 ലക്ഷം വർഷം മുമ്പ്, എന്തിനേറെ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ്, 5000 വേണ്ട, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഹിന്ദുവിൻ്റെ ഭൂമിയായിരുന്നോ? ഹിന്ദു എന്നുള്ളൊരു പേരുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ദ്രവീഡന്മാരുണ്ടായിരുന്നത്, ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഇപ്പം എല്ലാത്തിനെയും വാരി പിടിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നും ആ സങ്കലനം ഇവിടെ നടന്നിട്ടില്ല.
ഇവിടെ ഹിന്ദുക്കൾക്കകത്ത് തന്നെ ചിന്തിക്കുന്ന ആളുകളുടെ മതം തന്നെ അദ്വൈത വേദാന്തമുണ്ട്, ദ്വൈത വേദാന്തമുണ്ട്, ദ്വൈതാദ്വൈത വേദാന്തമുണ്ട്, വിശിഷ്ടാദ്വൈതവാദമുണ്ട്, ചാർവാകനിസമുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് അവാന്തര വിഭാഗങ്ങളായിട്ട് പാഴ്സികളുണ്ട്, സിന്ധികളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, മഹായാനമുണ്ട്, ഹീനയാനമുണ്ട്. നമ്മൾ മനസ്സിലാക്കണതൊക്കെ. എന്നിട്ട് എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയാൻ ഇവരാരാ? എന്നിട്ട് പറയാണ് ഹിന്ദുക്കൾക്ക് ഭൂമി കൊടുക്കുള്ളൂ, മുസ്ലിങ്ങൾക്ക് ഭൂമി കൊടുക്കില്ല. തലമണ്ട വലിയ തലമണ്ടയാ, പക്ഷേ കാണാൻ. പക്ഷെ അതിനകത്തുള്ളത് എന്താ? നമുക്കെല്ലാവരും കൗണ്ടൻ ചാണം. അതാണ് പ്രശ്നം. ചാണകമാണ് അതിനകത്തുള്ളത്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അയാൾ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. ഇങ്ങനെ ആസാമിൽ മാത്രമായിരിക്കും. തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ ഇതൊക്കെ ചെയ്ത ആളിപ്പോൾ എവിടെ? അവിടെ എൻ്റെ ആളുകളും എൻ്റെ അച്ഛൻ്റെ ആളുകളും എൻ്റെ അച്ഛൻ്റെ ഒപ്പം അവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളും ആ ആളുകളുടെ ബന്ധുക്കൾക്കൊക്കെ 30% അവിടെ വിദ്യാഭ്യാസമൊന്നും വേണ്ട, 30% ഗവൺമെൻറ്റിൽ സംവരണം. എൻ്റെ ആളുകൾക്ക്. നിൻ്റെ ആളുകൾ വേറെ, എൻ്റെ ആളുകൾ വേറെ. ഇപ്പം എവിടെ? നിന്ന് തിരിയാൻ ഇടം കിട്ടാതെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യക്കാരെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവർ സ്വീകരിച്ചു, സന്തോഷമായിട്ട് 3 നേരം ആഹാരം കൊടുത്ത് പറഞ്ഞു വിട്ടു, ലണ്ടനിലേക്ക് പറഞ്ഞു വിട്ടു. തൊട്ടപ്പുറത്താ, ആസാമിൻ്റെ തൊട്ടപ്പുറത്താ. ഇതൊക്കെ കണ്ടറിയുന്നത് നല്ലത് തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും അതെ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഈ പറയുന്ന ആ ബംഗ്ലാദേശിലെ വനിതയ്ക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ആ വീട് കൊള്ളയടിച്ചു. ഇന്നലെ എന്നോണം വരെ അവരെങ്ങനെയായിരുന്നു? അവരുടെ ഛത്രാധിപതിയായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഛത്രത്തിൻ്റെ അധിപതിയായിരുന്നു. ഇന്ന് പേരപ്പാളിയായിട്ട് മാറിയില്ലേ? അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വേദങ്ങൾ മുഴുവൻ പഠിക്കേണ്ട. അതിൻ്റെ സാരസംഗ്രഹ ഭൂതമുണ്ട്. എന്താണത്? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേട്ടു. ഇത്രയും പഠിച്ചാൽ പോരെ? അപ്പം അതൊന്നും അറിയാത്ത ആളുകളെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത്. ഈ പറയുന്നവൻ്റെ കൈ ഇങ്ങനെ ഉയർത്ത മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല. ശത്രു ഒറ്റ നിമിഷം മതി. അപ്പം ആൾക്കാർ പറയും അയാളുടെ അവസാനത്തെ കമൻറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്നായിരുന്നു. അത് പറഞ്ഞ സമയത്ത് അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇത്രയേ ഉള്ളൂ ജീവിതം. ആസാമിലെ ലവ് ജിഹാദ് കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം ഉടൻ നടപ്പിലാക്കും. അതിന് ഇന്ത്യയുടെ കുറേ നിയമമുണ്ട്. അതുകൊണ്ട് ആസാമിന് മാത്രമായിട്ട് സ്പെഷ്യൽ നിയമമൊന്നും വരുത്താൻ പറ്റില്ല. ഇന്ത്യയിലുള്ള നിയമത്തിന് അനുരോധമായിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗോഹട്ടിയിൽ നടന്ന BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവരെ തരിപ്പിച്ചിട്ട് അവർ ലഹരി പിടിച്ച് സംസാരിക്കും. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ലവ് ജിഹാദ് കേസുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്ന പുതിയ നിയമം കൊണ്ടുവരും. കൈയടിക്കടാ, അടിക്കടാ, കൈയടിക്കടാ ഇത് പറഞ്ഞ കേട്ടല്ലേ? ഇപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഇവിടുത്തെ മൗലികാവകാശങ്ങൾ നടത്തല്ലാണ്ടായി മാറുകയാണ് അവർ. ഇന്ത്യക്കൊരു നിയമമില്ലേ? ഈ പന്നൻ ഏത് നിയമയാണ് പിന്തുടരുന്നത്? ഇന്ത്യയിൽ എവിടെയും ചില എക്സംഷൻസ് ഉണ്ട് കേട്ടോ. ഈ മൗലികാവകാശം ഇല്ലാത്ത സമയമുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ മൗലികാവകാശമില്ല. യുദ്ധം നടക്കുമ്പോൾ മൗലികാവകാശങ്ങൾ പലതും ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്ത് ഞാൻ പൊടവില്ലെന്ന് പറയും. അല്ലാത്ത സമയത്ത് മൗലികാവകാശം ഇന്ത്യയുടെ അറ്റം മുതൽ ഈ അറ്റം വരെ, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ, വടക്ക് മുതൽ തെക്ക് വരെ എവിടെയും ആർക്കും ഭൂമി വാങ്ങാനും അവരുടെ കയ്യിൽ വയ്ക്കാനും ഇതിലെല്ലാം അവകാശം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാളുടെ മാത്രമായിട്ടൊരു നിയമം നടപ്പാക്കാൻ ഇയാൾക്ക് പറ്റുമോ? എന്നാലും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ ഒന്ന് രസിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ആയുധമാണ് മുസ്ലിങ്ങളെ 2 തെറി പറയുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവർ കൊണ്ടു നടക്കുന്നത്. എത്ര കാലം ഇത് പറ്റും? ഇവർ മുസ്ലിങ്ങളെയും തെറി പറഞ്ഞും ഇസ്ലാമോഫോബിയ പടർത്തിയിട്ട് അവസാനം എന്തായി? അയോധ്യയിൽ പോലും പുറംകാൽക്ക് അടിച്ചില്ലേ? വാരണാസിയിൽ പുറംകാൽക്ക് അടിക്കുക തന്നെ ചെയ്തില്ലേ? ലോകപ്രശസ്തനായിട്ടുള്ള ലോകം ആരാധിക്കുന്നതാണത്രേ, വിശ്വഗുരുവാണത്രേ. 1.5 ലക്ഷം ഞൊട്ട് കിട്ടിയിട്ടല്ലേ, ആ ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ ജയിച്ചത്. ഇടക്കാലത്ത് ആ വോട്ട് എണ്ണുന്ന സമയത്ത് പകുതി ആവുന്ന സമയം വരെ നെഞ്ചത്ത് വേദനയാണ്. തോൽക്കോ ജയിക്കൂ എന്നിട്ടും ഇവർ നിർത്താൻ തയ്യാറില്ല എന്നുള്ളതാണ് ഇസ്ലാമോഫോബിയ. അതുപോലെ തന്നെ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളോടുള്ള എതിർപ്പ്, ഇത് ഇവർ നിർത്താൻ തയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർ പഠിക്കുന്നില്ല എന്നർത്ഥം. ഇവിടെ
എല്ലായിടത്തും നടക്കുന്ന പോലെ രണ്ട് മതങ്ങൾ, ഹിന്ദു മുസ്ലിങ്ങൾ, അതാണ് അവിടെ ഉള്ളത്, ക്രിസ്ത്യാനികളൊന്നുമില്ല. അപ്പോൾ അവർ ഭൂമിയുടെ കൈമാറ്റമൊക്കെ അവിടെ നടത്തിയിരുന്നു. ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങളും, മുസ്ലിങ്ങളുടെ ഭൂമി ഹിന്ദുക്കളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഇടപാടുകൾ തടയാൻ സർക്കാരിന് കഴിയില്ല. എന്നാൽ ഹിന്ദുവിൻ്റെ ഭൂമി ഒരു മുസ്ലിമിനും തിരിച്ചു വാങ്ങുന്നതും വിൽക്കുന്നതും മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കുന്നു. ഇനി അവിടെ പോയിട്ട് ചോദിച്ചിട്ട് വേണമെന്ന്. എവിടത്തെ നിയമമാണ് ഈ പറയുന്നത്? അവിഭക്തമായിട്ടുള്ള ഏതൊരു ഗോൾപാറ അങ്ങനെ എന്തോ ഉണ്ട്, അത് അസമിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ഒരു പ്രത്യേക സമൂഹം തദ്ദേശവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ട്. ഗോൾപാറ ജില്ലയിലെ ഭൂമി ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് വിൽക്കാൻ പാടില്ലെന്ന നിയമം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചു. ആദിവാസികൾ, പട്ടികജാതിക്കാർ, OBC-കാർ എന്നിവർ താമസിക്കുന്ന ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ശരിയാണ്. കാരണം ആദിവാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് മതവും കാര്യങ്ങളൊക്കെ മതത്തിൽ ഉൾപ്പെടുത്തിയെന്നല്ലാതെ മതവും കാര്യങ്ങളൊന്നും അവർ കൊണ്ടു നടക്കുന്നൊന്നുമില്ല. അവർക്ക് ആരാ ശിവൻ പോലും അറിയില്ല. അവരെ പട്ടികജാതിക്കാർ, OBC-കാർ, അവരുടെ സ്ഥലം മറ്റുള്ളവർ തട്ടിയെടുക്കുന്നത് തടയാൻ വേണ്ടി കേരളത്തിൽ നിയമമുണ്ട്. അങ്ങനെ അവർ ആരും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അതിപ്പോൾ ഇയാൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലവ് ജിഹാദ്. ലവ് ജിഹാദ് ഇല്ല. ലവ് ജിഹാദ് ഒരു മിഥ്യയാണ്. ആരാ പറഞ്ഞേ? സുപ്രീം കോടതി. എന്നാലും ഈ സുപ്രീം കോടതിക്ക് മേലെ നിൽക്കുന്ന സംഘപരിവാർ കോടതി എന്താ പറഞ്ഞേ? ലവ് ജിഹാദും ഉണ്ട്. കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസിന് വേണ്ടി കേസ് കൊടുക്കലേ വേണ്ടേ? എന്താ കേസ് കൊടുക്കാത്ത? എവിടെയെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ? ഏതൊരു കുട്ടി പോയിട്ട് തന്നെ കഴുത്തിൽ കയറിട്ട് പേടിപ്പിച്ച് തന്നെ മതം മാറ്റാൻ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് അങ്ങനെ നിലവിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെങ്കിലും എവിടെയെങ്കിലും കേസുണ്ടോ? അപ്പം ആയതുകൊണ്ട് ഇത്തരം കൃമികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വികസനം ഇങ്ങനെയാണ്. ഹിന്ദുത്വവാദം പറഞ്ഞും രാജ്യദ്രോഹം നടത്തിയും കലാപമുണ്ടാക്കിയും അതിനെ രസിച്ചുകൊണ്ട് അതിന് തുള്ളിച്ചാടിക്കൊണ്ട്, അതാണ് ഇവരുടെ ആനന്ദം അവർക്ക് കിട്ടുന്നത് അവിടെയാണ്. അപ്പം ഇത്തരം ആളുകൾ ഈ രീതിയിലുള്ള വികസനം കൊണ്ടുവരും. ഇനിയും അവർക്ക് മാൻഡേറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിലുള്ള കുറേ ആൾക്കാർ അവർ BJP അധികാരത്തിൽ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കെട്ടിത്തൂക്കി ചാവാന്ന് പറഞ്ഞ് നടക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം അതാ. ഇവിടെ ഒരിക്കൽ പോലും ഉത്തരേന്ത്യയിലെ എല്ലാവരും ഒരു പൂടൂലിട്ടൊരു കുടുംബം വളർത്തി കഴിഞ്ഞാൽ ബ്രാഹ്മണനാണ്. ഇവിടെ അത് നടക്കില്ല. ബ്രാഹ്മണനല്ലാത്ത ആളുടെ സുപ്രഭാതത്തിൽ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചെയ്യും. താൻ ഇന്ന ജാതിയിലോട് തുടങ്ങി. അതുകൊണ്ട് ഇവിടെ കളി നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇവർക്ക് മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഭരിക്കാൻ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുപോലും പറ്റില്ല. ആ പഴയ കാലഘട്ടത്തിലേക്ക് ഇവർ തിരിച്ചു കൊണ്ടുവരും. അതാണിപ്പോൾ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത്, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഏതായാലും വർഗീയത വിട്ടുകൊണ്ടുള്ള ഒരു കാര്യം BJP അതിന് കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇവർക്ക് ശരിയായിട്ട് പറയാൻ ചെവിടുത്ത് പെട്ടെന്ന് അടി കൊടുത്തതാണ്. അപ്പോൾ ബദരി ഉത്തര എന്തായാലും പറയാം, കേദാർനാഥിൽ അടി കിട്ടി. അതുപോലെ കാശിയിൽ, വാരണാസിയിൽ അടി കിട്ടി. അയോധ്യയിൽ അടി കിട്ടി. ഉത്തർപ്രദേശിലെ പകുതി സീറ്റേ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ പറയാറുണ്ട്, ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളൂന്ന്. പക്ഷെ അതും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. ഇപ്പോഴും എങ്ങനെയൊക്കെയോ ഭരണം കിട്ടി, ഒറ്റക്കാൽ കസേരയും ഇരിക്കുന്നുണ്ട്. എന്നാലും അവർക്ക് സുഖം അത്രമാത്രം. ഏതായാലും ശ്രീലങ്കയിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. എല്ലാത്തിനെയും എയറിലാക്കി പറപ്പിച്ചു വിട്ട കാര്യം അറിയാലോ. ജീവനം കൊണ്ടാണ് ഓടിയത് കൃത്യമായിട്ട്. ഇപ്പം ബംഗ്ലാദേശിൽ കണ്ടില്ലേ, ജീവനം കൊണ്ടാട്ടോ ഓടിയത്. അവിടെ മിലിറ്ററിക്കാർ പറഞ്ഞു 45 മിനിറ്റാണ് പറഞ്ഞത്, 45 ദിവസമല്ല പറഞ്ഞത്. ഞങ്ങളുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം 45 മിനിറ്റിനകത്ത് രാജിവെക്കോളാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? മിലിറ്ററിയാണ് പറഞ്ഞത്. ആ 45 മിനിറ്റിനകത്ത് വെടിവെച്ചില്ലെങ്കിലോ, 45 മിനിറ്റിനകത്ത് രാജിവെച്ചില്ലെങ്കിലോ വേഗം ഓടി, അവിടുന്ന് ഓടി. ജനം കല്ലെറിഞ്ഞ് ഓടിച്ചു. ഇപ്പോൾ അവരുടെ അരമനയിൽ കയറി, കൊട്ടാരത്തിൽ കയറി തവിട് പൊടിയാക്കിയിട്ടുണ്ട് അവിടെ. ഇതൊക്കെ ഒരു പാഠമായാൽ നല്ലതാണത്. ഇതൊക്കെ ഒരു പാഠമായാൽ നല്ലത്. ആർക്ക്? സംഘപരിവാർ സംഘടനകൾക്ക്, ഭരിക്കുന്നവർക്ക്.